എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഡേ ഓഫാണ്. അപ്പോൾ ചെറിയൊരു വാക്കിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ന്യൂസിലാൻഡിലെ സൗത്തിലെ ഫ്രാൻസ് ജോസഫ് എന്ന് പറഞ്ഞ സ്ഥലം. ഇപ്പോൾ ഇവിടെ വെരി ക്വൈറ്റാണ്. ഓഫ് സീസൺ ആയ കാരണം കൊണ്ട് ഇപ്പോൾ ഇവിടെ അധികം ആരും വരുന്നില്ല. സീസൺ ടൈമിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും. ഇവിടെയൊക്കെ ഫുള്ള് കാർ പാർക്കിങ്ങും നല്ല തിരക്കൊക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു മനുഷ്യരെ പോലും കാണില്ല. ഇനി ഇതാണ് നമ്മുടെ വെസ്റ്റ് കോസ്റ്റ് വൈൽഡ് ലൈഫ് സെൻറ്റർ. ഇവിടെ നമുക്ക് കിവീസിനെ ഫീഡ് ചെയ്യാം. സെൻറ്ററിൽ വരുന്ന ആൾക്കാർ ഇവിടത്തേക്ക് വരികയാണെങ്കിൽ കൂടുതലും ഈ ഒരു വൈൽഡ് ലൈഫ് സെൻറ്റർ വിസിറ്റ് ചെയ്യാറുണ്ട്. ഇതാണ് കിവി ലൈഫ് സെൻറ്ററിൻ്റെ എൻട്രൻസ് വരുന്നത്. നമുക്ക് ഇതുപോലുള്ള കിവീസിനെ നമുക്ക് ലൈവായിട്ട് ഉള്ളിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫ്രാൻസ് ജോസഫിലെ ചെറിയൊരു ടൗൺ. ഇവിടെ നമുക്ക് മെയിനായിട്ടും ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഗസ്റ്റിന് വേണ്ടിയിട്ട് സ്റ്റേ ചെയ്യാനുള്ള അക്കോമഡേഷൻസ് ആണുള്ളത്. ഈ ഒരു റൗണ്ടിലാണ് നമുക്ക് ഈ അക്കോമഡേഷനും അതുപോലെ തന്നെ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് ലാൻഡിങ്ങിലെ ബാർ സെക്ഷൻ. ഇവിടെ ഇപ്പോൾ ഇതുപോലെ ഫ്രീ ആയിട്ട് കിടക്കുന്നെങ്കിലും സീസൺ ടൈമിൽ ഇവിടെ ഫുൾ ആൾക്കാരായിരിക്കും. ഞാൻ കണ്ടതിൽ ഏറ്റവും വെച്ച് തിരക്കുള്ള ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അത് ലാൻഡിങ് ആയിരിക്കും. കാരണം ഇത് മെയിൻ ടൗണിൽ തന്നെ വരുന്ന ഒരു ഹോട്ടലാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെലികോപ്റ്ററിൽ പോവാം നമുക്ക്, അതുപോലെ തന്നെ കയാക്കിങ് ചെയ്യാം. പിന്നെ ഇവിടുത്തെ ഗ്ലേഷ്യർ വ്യൂ ആണ് കാണാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെയാണ് ഹെലികോപ്റ്റേഴ്സൊക്കെ പാർക്ക് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഓഫ് സീസൺ ആയ കാരണം കൊണ്ട് നമുക്ക് ഇപ്പോൾ ആകെ ഇവിടെ ഒരു ഹെലികോപ്റ്ററാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് കണ്ടാലോ. ഇപ്പോൾ ഓഫ് സീസൺ ആയത് കാരണം കൊണ്ട് ഇവിടെ ഹെലികോപ്റ്റേഴ്സൊന്നും നമുക്ക് അധികം കാണാനില്ല. ആകെ ഒരു ഹെലികോപ്റ്റർ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. നമുക്ക് സീസൺ ടൈമിൽ നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ ഹെലികോപ്റ്റേഴ്സ് കാണാം. ഫുൾ ടൈം നമുക്ക് ആകാശത്തിലൂടെ ഹെലികോപ്റ്റേഴ്സ് പോകണ കാണാം. പിന്നെ അവിടെയാണ് നമ്മുടെ ഗ്ലേഷ്യർ വ്യൂ വരുന്നത്. നമ്മൾ ഹെലികോപ്റ്ററിൽ കയറിയിട്ട് ആ ഒരു സൈഡിലേക്കാണ് നമ്മൾ പോവുക. പിന്നെ അതാണ് ഗ്ലേഷ്യർ വ്യൂ. ഇപ്പോൾ അവിടെ ഫോഗ് വന്ന് നിൽക്കണ കാരണം കൊണ്ട് ഫുള്ളായിട്ട് കാണാനില്ല, അല്ലെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഞങ്ങൾ നെക്സ്റ്റ് ഡേ ഓഫിന് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടുത്തെ ലോക്കൽ സ്റ്റാഫിന് നമുക്ക് 50% ഓഫറായിരിക്കും. ഇവിടെ ലോക്കൽ സ്റ്റാഫിനൊക്കെ എല്ലാവിധ റൈഡുകളിലായാലും ഹോട്ടൽസിലായാലും നമുക്ക് ഓഫർ ഉണ്ടായിരിക്കും. ഈ ഒരു സൂപ്പർ മാർക്കറ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മൾ എന്ത് വാങ്ങണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരണം. പിന്നെ ഇവിടേക്ക് ജ്യൂസസ് ഏരിയയാണ്. നമ്മൾ ഓൾറെഡി മെയിൻ സിറ്റിയിലേക്ക് പോകുമ്പോൾ നമ്മൾ എല്ലാം വാങ്ങിക്കാറുണ്ട്. ഇവിടെ നമുക്ക് ഡെയിലി യൂസിന് വേണ്ട എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ആവശ്യം വന്നാൽ മാത്രം നമ്മൾ കഴിക്കാറുണ്ട്. വെജിറ്റബിൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ഹോൾ ചിക്കൻ കിട്ടും, അതുപോലെ തന്നെ കട്ട് ചെയ്ത ചിക്കൻ കിട്ടും. കട്ട് ചെയ്ത ചിക്കൻ ഇതുപോലെ കഴിക്കും കിട്ടുക. മറ്റേസിന് ഇപ്പോൾ $13 1 kg വരുന്നത്. ഇപ്പോൾ സീസൺ ആയ കാരണം കൊണ്ടാണ് ഇത്ര റേറ്റ്. സീസൺ ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം $100 സംതിങ് ആണ് 1 കിലോയ്ക്ക് വരുന്നുള്ളൂ. അത് കാരണം കൊണ്ട് ഇപ്പോൾ നമ്മൾ മേടിക്കുന്നത് വേണ്ടതെന്ന് ആലോചിച്ചിരിക്കുകയാണ്. സൂപ്പർ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം വരുന്നൊരു സെക്ഷനാണ് ചിക്കൻ. ഈ ഒരു സെക്ഷനൊക്കെയാണ് ഞാൻ ആദ്യം വരാം. കാരണം ഇവിടെ എപ്പോൾ വരാണെങ്കിലും ചെറിയൊരു ഓഫർ ഉണ്ടായിരിക്കും. അത് കാരണം കൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഓഫർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3-4 ടിക്കറ്റ് വെച്ചിട്ട് എടുക്കാറുണ്ട്. അതുപോലെ ഇന്ത്യക്ക് പുറത്തിപ്പോൾ എല്ലായിടത്തും ഇതുപോലെ സെൽഫ് സർവീസാണ്. നമുക്ക് ആദ്യം സഹായം വേണ്ട, ആരും അധികം ജോലിക്ക് നിർത്താൻ വേണ്ട. അതുപോലെ സെൽഫ് സർവീസ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് നമുക്ക് പോവാം. നമ്മളിതുപോലെ സ്കാൻ ചെയ്താൽ മതി. സ്കാൻ ആവട്ടെ. സ്കാനായി നമുക്ക് കാർഡ് വെച്ച് പേയ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ചെറിയൊരു പള്ളിയിലേക്കാണ്. ഈ ഒരു ടൗണിലെ ഒരു പള്ളിയാണിത്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഈ ഒരു പള്ളിയിലേക്കാണ് വരിക. പിന്നെ നമുക്ക് മെയിൻ ടൗണിലേക്ക് പോയാലാണ് ഇതിനായിട്ട് വലിയൊരു പള്ളി കാണാൻ പറ്റുക. അപ്പോൾ നമുക്ക് പള്ളിയിലേക്ക് പോയാലോ.
തലശ്ശേരിലേക്ക് പോകുന്ന വഴി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ വഴി കാണിച്ചു തരാം. ഇതാണ് എൻ്റെ കാറ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ വഴി. ആ റെഡ് കാറ് കിടക്കണതിൻ്റെ അവിടെയാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. പിന്നെ ഇതും ഒരു മലയാളികളുടെ വീടാണ്. അവരും ഇവിടെ 7 വർഷമായിട്ട് അവരും ഇവിടെ ഉത്സവത്തിലുണ്ട്. പള്ളിയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പള്ളിയാണുള്ളത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ പള്ളി. നമ്മളിവിടെ കാർ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇനി പള്ളി കാണാൻ പോകാം. ഇപ്പം നമുക്ക് ആ കാണുന്നതാണ് ഇവിടുത്തെ പള്ളി. അപ്പം നമ്മളൊരു വട്ടം പോയിട്ടുണ്ട് പള്ളിയിലേക്ക്. ഉള്ളിൽ ഇതുപോലെ ചെന്നിരുന്ന് കുർബാനയും കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ജസ്റ്റ് ഈ ഒരു പള്ളിയിലേക്ക് വന്ന് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ വന്ന് നമുക്ക് ഇവിടെ ഇരിക്കാം. ഇതാണ് ടൗണിലെ ചെറിയൊരു പള്ളി വരുന്നത്. ഇനി കുറച്ച് ഇവിടെ നിന്ന് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പള്ളിയും കൂടി ഉണ്ട്. അവിടേക്ക് ഞാനിതുവരെ പോയിട്ടില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലും കൂടെ പോയിട്ട് കാണാം. സെൻറ്റ് ജെയിംസ് ചർച്ച് എന്നാണ് ഈ ചർച്ചിൻ്റെ പേര്. നമുക്കപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നടന്ന് കാണാം. ഇതാണ് ചർച്ചിലേക്കുള്ള വഴി. ഞാൻ ആദ്യമായിട്ട് പോകണം. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇതിനുള്ളിലേക്ക് നമുക്കിപ്പോൾ കയറാൻ പറ്റില്ല എന്നാണ്. എല്ലായിടത്തും ഓരോ ടൈമും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു ചർച്ചിൽ ഇപ്പോൾ കയറാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. ഈ ഒരു ചർച്ചിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇവിടെ കയറാൻ പറ്റില്ല എന്നാണ്. കാരണം ഇവിടെ എല്ലാം ക്ലോസ് ആണ് കാണിക്കണേ. നമ്മൾ മുന്നേ പോയ ചർച്ചിൽ എപ്പോൾ പോകണമെങ്കിലും അത് ഓപ്പൺ ആയിരിക്കും. ഈ ഒരു ചർച്ചിൽ എന്തുകൊണ്ടാണ് ഇത് ക്ലോസ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാനിതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ചർച്ച്. ഇനി നമുക്ക് ടൗണിലെ ക്ലിനിക്ക് കണ്ടാലോ. ഇതാണ് ക്ലിനിക്കിലേക്ക് പോണ വഴി. ചെറിയൊരു ക്ലിനിക്കാണ്. ഇവിടെയുള്ള ആൾക്കാർ ആദ്യം വരുന്നത് ഈ ക്ലിനിക്കിലാണ്. ഇവിടെ നിന്നും പറ്റാണ്ടായി കഴിഞ്ഞാൽ ഇവർ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഒരു 170 കിലോമീറ്റർ കഴിഞ്ഞ് ഗ്രേമൂത്ത് എന്ന് പറഞ്ഞൊരു സിറ്റി ഉണ്ട്. അവിടെയാണ് കുറച്ചും കൂടെ വലിയ ഒരു ഹോസ്പിറ്റൽ ഉള്ളത്. ഇതാണ് ഹോസ്പിറ്റൽ. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രാൻസ് ജോസഫിലെ ടൗണിലെ ചെറിയൊരു വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ.